ഇസ്രയേലിന് എന്തെങ്കിലും പിഴച്ചു പോയോ? ഉന്നം പിഴച്ചോ എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഒരു സംശയം. കാരണം ഇറാന് ഒട്ടും പിന്മാറുന്നില്ല, ഇസ്രയേലും അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പം വേറെ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ആയിരിക്കുമോ ഇസ്രയേലിന് കിട്ടാൻ പോകുന്നത്? ഇസ്രായേലിനൊരു ചെറിയ പിഴവ് വന്നു പോയത്, ഇസ്രായേൽ ഉദ്ദേശിച്ചത് അവിടുത്തെ മിലിറ്ററി ലീഡർഷിപ്പിനെ, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരെയും കുറച്ച് ഭരണ നേതാക്കളെയും ഒക്കെ വധിക്കാൻ ഈസി ആയിട്ട് കഴിയും. മൊസാദിന് അത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ട് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഈസിയായി എന്നുള്ളതാണ്. ഇപ്പോൾ മിലിറ്ററി ലീഡർഷിപ്പ് തന്നെ വലിയ ടോപ്പ് ലെവലിൽ പോകുമ്പോൾ മറ്റുള്ളവർ സംഭീതിയിലാവുകയും ഉടൻ തന്നെ നമുക്ക് ആ മിലിറ്ററിയെ ഒന്ന് സപ്രസ് ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് കണക്കൂട്ടിയത്. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ വധം, അതോടുകൂടി ആ ഒരു മേഖലയിലും ഒരു ഭീതി ജനിപ്പിക്കാൻ കഴിയും. പൊതുവെ ഇറാന് മൊത്തത്തിലൊരു ഭീതി ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം അവരുടെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ ആക്രമണമൊക്കെ നടത്തി ഒരു പെട്ടെന്നൊരു പിടിച്ചടക്കൽ അല്ലെങ്കിൽ ഒതുക്കൽ അല്ലെങ്കിൽ ഒരു ഭരണമാറ്റത്തിനുള്ള ശ്രമം ഒക്കെ നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇത് തന്നെയാണ് ട്രംപിനെ അവർ ധരിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് ട്രംപ് ഒരു മൗനാനുവാദം കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ തട്ടിക്കോ, ബാക്കി കാര്യം നമുക്ക് വരുന്ന വഴിയെ നോക്കാം. അപ്പോൾ കൈവിട്ട് പോയപ്പോൾ ട്രംപ് ഇറങ്ങിയേ പറ്റൂ, ട്രംപ് വന്ന് ഞങ്ങളെ കൂടെ സഹായിക്കണം എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ നിലവിളിയും കൂടെ കേൾക്കുകയാണ്. അപ്പോൾ അവിടെ ചെറിയ ഒരു കണക്കൂട്ടൽ പക്ഷേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇറാൻ്റെ കൈവശം ഇത്രയധികം മിസൈലുകൾ ഉണ്ടെന്നും അവർക്കറിയാം. പക്ഷേ ഇത്ര അധികം ഉണ്ടെന്നും ഇത്ര ഷാർപ്പായിട്ടത് പ്രയോഗിക്കുമെന്നും, അങ്ങനെ പ്രയോഗിച്ചാൽ തന്നെ നമുക്ക് നിസ്സാരമാണ്. കാരണം നമ്മുടെ അയൺ ഡോമിൽ ഇതെല്ലാം, അല്ലെങ്കിൽ ആരോ 2, 3 തട്ടി ഇതെല്ലാം നിന്നോളുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇറാൻ തകർത്ത് കളഞ്ഞു. ഇപ്പം ഇറാൻ ഒരു നിസ്സാരക്കാരനല്ല എന്നാണ് തെളിയിച്ചത്. അല്ല, ഇറാൻ നിസ്സാരക്കാരനല്ല. കാരണം ഇറാൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ അവരുടെ സൈന്യത്തിലായിരുന്നു കേന്ദ്രീകരിച്ചത്. രണ്ടാമത്തേത് അവർ ആയുധങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ടാക്കുന്നതിന്. എല്ലാ ആയുധങ്ങളും അല്ല, അവരുടെ ടാങ്കറുകൾ മറ്റൊന്ന് മറിച്ചതൊക്കെ പഴയതാണെന്ന് നമുക്ക് പറയാം. വിമാനങ്ങൾ പോലും പിന്നെ യുദ്ധവിമാനങ്ങൾ പോലും ഏതാണ്ട് പഴഞ്ചനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അവർക്ക് അറിയാമായിരുന്നു, ഞങ്ങൾക്ക് കര വഴി ഒരു യുദ്ധത്തിന് ഇപ്പോൾ വേറെ സാധ്യതയുള്ളവരാരും ഇല്ല. പാകിസ്ഥാൻ നമ്മളെ അടിക്കാൻ നിവർത്തിയില്ല, സാധ്യതയില്ല. ഇറാഖ് വന്ന് നമ്മളെ അടിക്കില്ല. പിന്നെ മറ്റ് സൗദി പിന്നെ ചുറ്റുമുള്ള UAE ഒക്കെ നമ്മളെ ശല്യപ്പെടുത്തുന്നവരല്ല. അപ്പോൾ നമുക്കൊരു അറ്റാക്ക് വരാൻ സാധ്യതയുള്ളത് ഇസ്രായേലിൽ നിന്നായിരിക്കാം എന്നവർ കണക്കൂട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ തകർക്കാൻ എന്താണ് വേണ്ടത് എന്നുള്ളത് അവർ കണക്ക് കൂട്ടി വെച്ചിരുന്നു. ഇസ്രായേലിനെ തകർക്കാൻ പറ്റിയത് ഈ 1700 കിലോമീറ്റർ, പിന്നെ 1500, 1700 ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, പല സ്ഥലത്ത് നിന്ന് വരുമ്പോൾ പല ഡിസ്റ്റൻസാണല്ലോ. ആ ഡിസ്റ്റൻസിലേക്കൊക്കെ പോകാൻ പറ്റുന്ന 2000, 3000 വരെ കിലോമീറ്റർ പോകുന്ന മിസൈലുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ബാലിസ്റ്റിക് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ സൂപ്പർസോണിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും വരെ അവർ പ്രയോഗിച്ചു. പിന്നെ അയൺ ഡോമിനെ തകർക്കാൻ അവർ ഒരു ബുദ്ധി പ്രയോഗിച്ചത് കൂടുതൽ എണ്ണം അയക്കുക, 100, 200 അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയൺ ഡോമിന് കൺഫ്യൂഷൻ ആവും. പിന്നെ മറ്റൊന്ന് ചെയ്തതായി പറയുന്നത്, അത് പറച്ചിലാണ്, എനിക്കത്ര ബോധ്യമില്ല. അതായത് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നതിനോടൊപ്പം അതിനകത്ത് 1, 2 സൂപ്പർ സോണിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലും കൂടെ വിട്ട് കഴിഞ്ഞാൽ ഈ അയൺ ഡോമിന് കൺഫ്യൂഷൻ ആവും. കാരണം ഇതിൻ്റെ സ്പീഡ് ജഡ്ജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അത് മറ്റേതിനും ഇതും തമ്മിൽ ജഡ്ജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ചിലതിനെ തടുക്കുകയും ചിലതിനെ തടുക്കാതിരിക്കുകയും ചെയ്യേണ്ട സാഹചര്യം വരും. അയൺ ഡോം എന്ന് പറഞ്ഞാൽ ഒരു മറയല്ലല്ലോ. ഇതെല്ലാം ഒരു റോക്കറ്റ് വേറെ റോക്കറ്റ് പോയി തട്ടുന്നതാണ് ഈ അയൺ ഡോം എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ഒരു ഇരുമ്പ് മറ സ്ഥാപിച്ചിരിക്കുന്നതല്ലല്ലോ. ഇതിന്റെ കണക്കുകൂട്ടൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്നതിന്റെ വേഗതയും അതിന്റെ ശക്തിയും പറഞ്ഞ് അതേ സാധനം ഇവിടുന്ന് പോവുകയാണ്, എന്നിട്ട് ആകാശത്ത് വെച്ച് തകർക്കുകയാണ്. ഇനി എത്തുന്നതിന് മുമ്പ് 600 പിന്നെ കിലോമീറ്റർ മുമ്പ് വെച്ച് തന്നെ ഇതിന്റെ ചിലത് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പിടികിട്ടുകയാണ്. പിന്നീട് അപ്പോൾ ഇവർ മനസ്സിലായത് ഇറാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ലോഞ്ച് പാഡുകൾ തകർക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ലോഞ്ച് പാഡുകളൊക്കെ തകർത്തു. അപ്പോൾ ഇനി വലിയ അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചപ്പോഴാണ് വേറെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ലോഞ്ച് പാഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാൻ കരുതി കൂട്ടിയാണ് നിന്നിരുന്നത് എന്നുള്ളതാണ് ഇത് പ്രതീക്ഷിച്ചിരുന്നത്. അവരും പ്രതീക്ഷിച്ചിരുന്നു ഇത്തരം ഒരു അടി. പക്ഷേ ഇറാന് ആദ്യം നിർത്തട്ടെ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. ഇറാൻ അതുപോലെ തന്നെ തിരിച്ചും. അതാണിപ്പോൾ വലിയ പ്രശ്നമായി. ഇറാൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്, രണ്ടുപേരുടെയും വീക്ക്നെസ്സും കൂടെ നമ്മൾ പറയണല്ലോ, സ്ട്രെങ്ത് മാത്രം പറഞ്ഞാൽ പറ്റില്ല. ഇറാൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് അവർക്ക് പിന്നിൽ നിന്ന് അല്ലെങ്കിൽ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇപ്പം റഷ്യ പറയുന്നുണ്ട്
ഞങ്ങൾ ഇടപെടുമെന്ന്, പക്ഷേ ഇടപെട്ടിട്ടില്ല. ചൈന ഇടപെടുന്നില്ല എന്നും പറയുന്നില്ല, കുറേ അപലപിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ പാകിസ്ഥാനാണുള്ളത്. പാകിസ്ഥാനെ മുനീർ വഴി അടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ പാകിസ്ഥാൻ ഇറാൻ്റെ ശത്രുവായോ അല്ലെങ്കിൽ ഒറ്റിക്കൊടുപ്പുകാരനായോ ചതിയനായോ മാറിയോ എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഇറാൻ അങ്ങനെയും പ്രതിസന്ധികളുണ്ട്. ഇറാൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഇറാൻ്റെ കൂടെ നിൽക്കേണ്ടത് പിന്നെ സൗദി ആണെങ്കിലും പിന്നെ UAE ആണെങ്കിലും ഒന്നും അവരാരും ഒരു വലിയ യുദ്ധത്തിന് തയ്യാറല്ല. അത് മാത്രമല്ല ഇവരെ അല്പം ഭയക്കുന്നവരുമാണ്. സൗദിക്കൊക്കെ ഭയമുണ്ട്, നാളെ ഇറാൻ ഒരു ആണവശക്തിയായി വന്നാൽ നമുക്കിട്ട് തന്നെ പണിയുമോ. അപ്പം അതൊക്കെ ഒരു അല്ല, ഇപ്പൊ പക്ഷേ ഇങ്ങനെ ഒരു ഷോക്ക് കിട്ടിയത് കൊണ്ട് ഇറാൻ ഒരു ആണവ ശക്തിയായിട്ട് തിരിച്ച് വരും എന്ന് കരുതുന്നുണ്ടോ? നമുക്ക് അങ്ങനെ അല്ല, അതിന് ഉള്ള സാധ്യത പിന്നെ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ രഹസ്യമായിട്ട് അത് ചെയ്യാൻ പറ്റും. പരസ്യമായിട്ട് ചെയ്താൽ വീണ്ടും ഇതുപോലെ പിന്നെ ലോക പ്രഷർ അവിടെ വരും. കാരണം മധ്യേഷ്യയിൽ അങ്ങനെ ഒരു ശക്തി വരുന്നത് അല്ലെങ്കിൽ ഒരു ഭീകരൻ പോലെ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അമേരിക്കക്കായാലും ഇസ്രായേലിനായാലും വെസ്റ്റിൽ ഇപ്പോൾ UK-യും ഫ്രാൻസും ജർമ്മനിയൊക്കെ പറയുന്നുണ്ട് ഇതെങ്ങനെയും പെട്ടെന്ന് നിർത്തണമെന്ന് പറയുന്നത് അവർ എക്കണോമിക് റീസൺ കണ്ടുകൊണ്ടാണ്. പക്ഷേ ഇറാനുമായി യൂറോപ്പിന്റെ ചർച്ച ഫലവത്തായിട്ടില്ല എന്നുള്ളത്. ഫലവത്താവില്ല. കാരണം ഫലവത്താകണമെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന് ഇറാൻ സമ്മതിക്കണ്ടേ. ഇറാൻ പൂർണ്ണമായിട്ടും ഈ ഒരു അണവായുധത്തിനെ കൈവശം വയ്ക്കുന്ന അത് പണയപ്പെടുത്താൻ പെട്ടെന്ന് തയ്യാറാവില്ല. കാരണം അവർക്കും ഈ ഭയമുണ്ട്, ഇസ്രായേൽ ഇങ്ങോട്ട് അടിക്കും അല്ലെങ്കിൽ നാളെ അമേരിക്ക അടിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സാധനം വേണമല്ലോ. ഇതൊരു ഡിറ്ററൻറ്റ് വെപ്പണായിട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും നമ്മളെ വരട്ടാനായിട്ട് ഉപയോഗിക്കുന്ന മന്ത്രം ഇതാണല്ലോ. അപ്പോൾ ഈ മന്ത്രം വേണമെങ്കിൽ ഈ മന്ത്രത്തിൻ്റെ സാധനം നമ്മുടെ കയ്യിൽ വേണ്ടേ? അതില്ലാതെ നമുക്ക് ആരും വിരട്ടാൻ നോക്കില്ല. അപ്പോൾ ഈ വിരട്ടലിന് കൂടെയുള്ള ഒരു യന്ത്രമായിട്ടാണ് ഈ അണുബോംബിനെ അവർ കണ്ടിരുന്നത്. അപ്പോൾ അതിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അവരുടെ കണക്കൂട്ടൽ. ഇതിനവർ ചൈനയെ ഉപയോഗിച്ചിരുന്നു, ഈവൻ റഷ്യ വരെ ഉപയോഗിച്ചിരുന്നു എന്നാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില നീക്കങ്ങളിൽ മനസ്സിലാകുന്നത്. ഫർദോയിലെ പിന്നെ പർവ്വത നിരകൾക്കടിയിൽ പാറക്കെട്ടുകൾക്കടിയിൽ വളരെ സുരക്ഷിതമായിട്ട് 100 മീറ്ററിന് താഴെ ലോഹപാളികൾ നിരവധി വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഫർദോ ആണവ നിലയത്തിൻ്റെ പല കാര്യങ്ങളിലും റഷ്യയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഉണ്ടായിരിക്കുന്ന വ്യോമ പ്രതിരോധം റഷ്യയുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. റഷ്യയും കൂടെ സഹകരിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു യുദ്ധം വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ റഷ്യയും കൂടെ ഇടപെടുന്നത്. റഷ്യക്ക് ഇങ്ങനെ ഇടപെടാനുള്ള ഒരു ശക്തിയൊന്നും ഇപ്പോൾ ഇല്ല. അവർ നേരിട്ട് ഇപ്പോൾ ഉക്രൈനെ ഏറ്റുമുട്ടി തളർന്നിരിക്കുകയാണ്. വേറൊരു വാർ മുഖം ഇപ്പുറത്ത് തുറക്കാനൊന്നുള്ള കെൽപ്പില്ല. എങ്കിൽ പോലും അവർ പറയുന്നത് അമേരിക്ക ഇങ്ങനെ വന്നാൽ ഞങ്ങളും വരും. അമേരിക്കയും അങ്ങനെ വരുമ്പോഴേക്കും ചൈനയും റഷ്യയും കൂടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടായില്ല. ഇതൊരു വേൾഡ് ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക ഏകഛത്രാധിപതിയായിട്ട് ഇങ്ങനെ വാണരുളുകയായിരുന്നു. അപ്പോൾ അമേരിക്ക ഇനി റഷ്യ പൊങ്ങരുതെന്ന് വെച്ചിട്ടാണ് യുക്രൈനെ വെച്ചിട്ട് അവിടെ അടിച്ചത്. പക്ഷെ അതും ഫലവത്തായില്ല. റഷ്യക്ക് പിന്നെ ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാർ എന്ന് പറയുന്നെങ്കിൽ അത് യുക്രൈൻ റഷ്യ വാറല്ല. ശരിക്കും അത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നാറ്റോയുടെ സപ്പോർട്ടോടു കൂടിയാണ്. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ആയുധവും അർത്ഥവും കൊടുത്തുകൊണ്ടിരിക്കുകയും പിന്നെ സൈന്യം വരെ അവിടെ പലരുടെയും എത്താറുണ്ട് സപ്പോർട്ടിനായിട്ട് എന്നാണ് പറയുന്നത്. സൈനിക സപ്പോർട്ടിന് വേണ്ടിയിട്ട് പല എഞ്ചിനീയർമാരും മറ്റ് മേധാവികളും ഒക്കെ എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇത് റഷ്യ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു യുദ്ധവും പിന്നെ ഉക്രൈൻ മറ്റുള്ളവരുടെ നാറ്റോ സഖ്യത്തിൻ്റെ കൂട്ടുചേർന്ന് നടത്തുന്ന ഒരു യുദ്ധമാണ്. അതും റഷ്യയെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റഷ്യ അത് പുറത്ത് പറയുന്നില്ലെന്നുള്ളൂ. റഷ്യൻ ഇൻ്റലിജൻസിന് ഇതെല്ലാം വളരെ വ്യക്തവുമാണ്. അപ്പോൾ അമേരിക്ക ഇങ്ങനെ വിട്ടുകൂടാമെന്ന് റഷ്യയ്ക്കും ഒരാഗ്രഹമുണ്ട്. അങ്ങനെ വിട്ടാൽ ഇവൻ നാളെ നമ്മളെ തകർക്കും. അതുകൊണ്ട് ഇറാനായാലും ചൈന ആയാലും നോർത്ത് കൊറിയ ആയാലും പിന്നെ മറ്റ് ചേരാവുന്ന എല്ലാവരെയും കൂടെ ചേർത്ത് വേറൊരു ജിയോ പൊളിറ്റിക്കൽ പവർ ലോകത്തിന് വേണമെന്ന് റഷ്യക്കും ചൈനയ്ക്കും തോന്നുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ബേസിന് വേണ്ടിയിട്ടാണ് അസീം മുനീറിനെ അവിടെ വിളിച്ച് ഉച്ചഭക്ഷണം കൊടുത്തത്. അപ്പോൾ അവിടെ ഒരു ബേസ്, അമേരിക്കൻ ബേസ് വന്നാൽ ചൈനയ്ക്ക് പേടിയാണ്. നാളെ ചൈനയെ ആക്രമിക്കുമോ? തൊട്ടടുത്തല്ലേ വരുന്നത്. ഇപ്പം നമ്മളെ ഇന്ത്യയോടുള്ള ചൈനയുടെ വിരോധം എന്താ? നമ്മൾ US-ഉമായിട്ട് ഫ്രണ്ട്ഷിപ്പിലായി എന്നുള്ളതാണ്. അപ്പോൾ ഉഗ്രം ഒരു ബേസ് തന്നെ അവിടെ കൊണ്ട് പാകിസ്ഥാൻ സ്ഥാപിച്ചാൽ പാകിസ്ഥാൻ്റെ നേരെ ഇപ്പോൾ ചൈനയും കണ്ണുരുട്ടുകയാണ്. എടാ ഇരുന്നിരുന്ന് നമുക്കിട്ട് വില പണിയാണോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ പോയി അവർക്ക് ബേസ് കൊടുക്കാനാണോ പോകുന്നതെന്നുള്ളതാണ്. അങ്ങനെ അസീം മുനീറിന് ഇതൊന്നും പ്രശ്നമല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആവണം. ഇങ്ങനെ ലോക അന്തരീക്ഷം
കാൽക്കുലേഷന് വിരുദ്ധമായിട്ടാണ് പോകുന്നത്. കാരണം നേതാക്കളെല്ലാം ചെറുതാകുകയും രാഷ്ട്രം വലുതാകുകയും രാഷ്ട്രത്തിൻ്റെ കയ്യിൽ ഒരുപാട് പവർ വരികയൊക്കെ ചെയ്തപ്പം നേതാക്കൾ വളരെ ചെറുതായിപ്പോയി. പണ്ടത്തെ നേതാക്കളുടെ അത്രയും ഒരു വിശാല മനസ്കതയോ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനോ ലോക ജനതയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനോ ഒക്കെ കഴിയുന്നവർ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം. അത് ഇറാനിലെ നേതൃത്വമായാലും ശരി, ഇസ്രായേലിലെ നേതൃത്വമായാലും ശരി, US-ലെ നേതൃത്വമായാലും ശരി, യൂറോപ്പിലെ ഇങ്ങനെ കാഴ്ചക്കാരായി നിൽക്കുന്ന നേതൃത്വമായാലും ശരി. ഇപ്പോൾ അവനവനിസമാണ് ഇപ്പോൾ നടക്കുന്നത്. അമേരിക്ക ഫസ്റ്റ്, ജർമ്മനി ഫസ്റ്റ്, ഫ്രാൻസ് ഫസ്റ്റ്, ഈവൻ പാകിസ്ഥാൻ ഫസ്റ്റ് എന്ന് അവരും വരെ പറയുന്ന കാലമായിരിക്കും. അപ്പോൾ ട്രംപിൻ്റെ ശാസനയൊന്നും ഫലിച്ചില്ല എന്ന് വേണം പറയാൻ. ട്രംപിൻ്റെ വിശ്വാസ്യത അവിടെ നഷ്ടപ്പെട്ടു പോയി. US-ൽ തന്നെ ട്രംപിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതാണ് ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഇപ്പോൾ ഒരു 14 ദിവസത്തേക്ക് വാർ മാറ്റിവെച്ചത് തന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് കപ്പലുമൊക്കെ ഇങ്ങനെ ഇറക്കി സൈന്യമൊക്കെ ഇങ്ങനെ തയ്യാറാക്കുന്ന രീതി കാണിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഫുൾ ഫ്ലഡ്ജ് വാർ വേണമെങ്കിൽ സെനറ്റിൻ്റെ അപ്രൂവൽ വേണം. US സെനറ്റിൻ്റെ അപ്രൂവൽ കിട്ടുമെന്നുള്ളത് ഇപ്പോൾ പൂർണ്ണമായി നമ്മളെന്തിനും ആവശ്യമില്ലാത്തതിന് തലയിടുന്നത് ട്രംപിൻ്റെ അനുകൂലിക്കുന്നവരും പിന്നെ ഡെമോക്രാറ്റ്സ് ആണെങ്കിൽ പിന്നെ പറയണ്ട, അവർ പൂർണ്ണമായിട്ടും ഇതിന് എതിർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഡെമോക്രാറ്റ് പാർട്ടിയിലും നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിന് പോകണോ, നമ്മൾ എക്കണോമിക്കലി എത്ര സ്റ്റേബിൾ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്നാൽ ഇസ്രായേലിനെ വിടാൻ പറ്റില്ല. കാരണം ഇസ്രായേലിൻ്റെ അതായത് ജൂതന്മാരുടെ ടോപ്പായിട്ടുള്ളവർ മുഴുവൻ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നിർണായക സ്ഥാനത്തിരിക്കുന്നവരാണ്. ശാസ്ത്രജ്ഞന്മാരായാലും സമ്പന്നരായാലും മിലിറ്ററിക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരായാലും എല്ലാം ഇസ്രായേലിലെ ജൂതന്മാർ ഒരുപാട് പേര് അവിടെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവരെ അവഗണിക്കാനും വയ്യ ട്രംപിന്. യുദ്ധം നടത്തണോ നടത്തണ്ടയോ, ഇസ്രായേലിനെ രക്ഷിച്ചുകൊണ്ട് വരികയും വേണം, ഇസ്രായേലിന് ആയുധം കൊടുക്കുകയും വേണം. ഇതെങ്ങനെയെല്ലാം കൂടെ സ്ഥാപിക്കുമെന്ന് താങ്കൾ പറഞ്ഞ പോലത്തെ ഒരു കൺഫ്യൂഷനിലാണ് ഈ രാഷ്ട്ര നേതാക്കളെല്ലാം. അതാണ് ഇതിന് തീരുമാനം ഉണ്ടാകാതെ നീണ്ടുപോകുന്നത്. അതിനൊരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വാറ് ഒന്നുകിൽ അവസാനിക്കൂ, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിലെത്തി ഇത് ഒത്തുതീർപ്പിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.